ഹായ് ഡിയേഴ്സ്, എല്ലാവരും ഹാപ്പി അല്ലേ? വെൽക്കം ടു അവർ ചാനൽ. ആപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി, പൊറോട്ട തുടങ്ങിയ മെയിൻ ഡിഷുകളുടെ കൂടെ സർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് അഫ്ഗാനി എഗ് കറി. ഈ മുട്ടക്കറി ഉണ്ടാക്കാനായി 5 മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിലെല്ലാം നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ മസാലയെല്ലാം അകത്തേറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മുട്ടകൾ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അതിനൊരു കടായി എടുത്ത് അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യാം. ലോ ഫ്ലെയിമിട്ട് വേണം റോസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും മസാല. ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ടയിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒരുപാട് സമയം ഇട്ട് റോസ്റ്റ് ചെയ്യരുത്, മുട്ടയുടെ സോഫ്റ്റ്നെസ് പോവും. മുട്ട ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയ ശേഷം നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഒരു പാനിൽ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് അതൊന്ന് ഉരുകി വരുമ്പോൾ 2 സവാള നീളത്തിൽ അരിഞ്ഞതും 12 അല്ലി വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും 2 പച്ചമുളകും കൂടി ഇട്ട് സവാള ട്രാൻസ്ലൂസന്റ് ആവുന്നത് വരെ വഴറ്റുക. വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വരുവാണെങ്കിലും വീട്ടിൽ പച്ചക്കറികളൊന്നും ഇല്ലെങ്കിലും വീട്ടമ്മമാർ ആദ്യം ആശ്രയിക്കുന്നത് മുട്ടക്കറിയാണ്. ഇതിലേക്ക് 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് സമയം കൂടെ ഇതുപോലെ വഴറ്റണം. സ്റ്റവ് ഓഫ് ചെയ്ത് ഈ കൂട്ട് നമുക്ക് തണുക്കാൻ വെക്കാം. അതിനുശേഷം അരച്ചെടുക്കേണ്ടതാണ്. ഇതൊരു തിക്ക് ഗ്രേവിയോട് കൂടിയ മുട്ടക്കറിയാണ്. ഇത് അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു വലിയ പിടി മല്ലിയില കൂടിയിട്ട് വേണം അരയ്ക്കാൻ. നല്ല ഫൈൻ പേസ്റ്റായി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് നല്ല കളറാന്ന് നോക്കിയേ. നമ്മുടെ മുട്ടക്കറിക്കും ഇതേ കളറാണ് കിട്ടുന്നത്. കറി ഉണ്ടാക്കാനായി ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ 1.5 ഇഞ്ച് പട്ടയും 5 ഗ്രാമ്പൂവും 2 ഏലക്ക കൂടി ഇട്ട് റോസ്റ്റ് ചെയ്യാം. നല്ല മണം വന്നു തുടങ്ങുമ്പോൾ അതിലേക്ക് അരച്ചു വെച്ച മസാലക്കൂട്ടില്ലേ, അതും മിക്സി ജാർ കഴുകിയ വെള്ളവും കൂടി ചേർത്ത് എണ്ണ തെളിഞ്ഞു വരുന്നത് വരെ വഴറ്റിയെടുക്കാം. പലതരത്തിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. മുട്ട റോസ്റ്റ് ഉണ്ടാക്കാറുണ്ട്, വറുത്തരച്ച മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്, റെസ്റ്റോറന്റ് സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്, കേരള സ്റ്റൈൽ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്. ഇത് അഫ്ഗാനി മുട്ടക്കറി. നിങ്ങൾ ഇത് കഴിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കണേ. മസാലയിൽ എണ്ണ തെളിഞ്ഞു വരുമ്പം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടിയിട്ട് മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് തൈര് നല്ലപോലെ ഉടച്ച ശേഷം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കണം. അതിന്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കണം. ചൂടുവെള്ളമാണ് ഒഴിക്കേണ്ടത്, പച്ചവെള്ളം ഒഴിക്കരുത്. 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം. നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച മുട്ടയില്ലേ, അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ഗ്രേവിയും മുട്ടയൊക്കെ ഒന്ന് യോജിച്ച് വരണം. ഈ മുട്ടകളെല്ലാം ഗ്രേവിയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ മുട്ടയുടെ ടേസ്റ്റ് എല്ലാം ഗ്രേവിക്കും, ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം മുട്ടയ്ക്കും വരും. നമുക്ക് അടച്ചു വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാണ് കേട്ടോ. അതിനുശേഷം കുറച്ച് മല്ലിയില തൂവി സ്റ്റവ് ഓഫ് ചെയ്യാം. ഈ റെസിപ്പി എങ്ങനെയുണ്ട് കൂട്ടുകാരെ? ഇത്തിരി വ്യത്യസ്തമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമന്റും ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. നല്ല റിച്ച് ഗ്രേവിയോട് കൂടിയ അഫ്ഗാനി എഗ് കറി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. മുട്ടയിലെ ഗ്രേവിയൊക്കെ അങ്ങ് പൊതിഞ്ഞ് നല്ല ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ. നിങ്ങൾ തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. ഏത് മെയിൻ ഡിഷിന്റെ കൂടെയും ഇതൊരു സൈഡ് ഡിഷായി കഴിക്കാം. തീർച്ചയായും ഒരിക്കലെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്യണം. കുറച്ചുകൂടെ ക്രീം ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് തംബ്നെയിലിനുള്ള ഫോട്ടോസ് എടുക്കാം. മല്ലിയില കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. ഇന്ന് നമുക്കിവിടെ ചപ്പാത്തിയാണ്. ചപ്പാത്തിയോടൊപ്പം മാത്രമല്ല പൂരി, പൊറോട്ട, ആപ്പം, ഇടിയപ്പം, ഇഡലി എല്ലാറ്റിനോടൊപ്പവും ഈ കറി ചേർന്ന് പോകും. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രിഡ്ജിൽ മുട്ടയിരിപ്പുണ്ടെങ്കിൽ ഉടനെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. അടുത്ത ദിവസം അടുത്ത വീഡിയോയുമായി വരാം. ബൈ.